വിഷൻ പ്രാദേശിക ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിലങ്ങാട് നിർമ്മാണ പ്രവൃത്തികൾക്ക് നിയന്ത്രണം. ഇക്കാര്യത്തിൽ ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്ന് CPIM. കൊടി ഉയർന്നു. മെയ് 3 മുതൽ 11 വരെ ചോമ്പാലിൽ കടത്തനാട്ടംഗം. കല്ലാച്ചിയിൽ MDMAയുമായി 2 യുവാക്കൾ പിടിയിൽ. ലഹരിയെ നേരിടാൻ നീന്തലിന് പരിഗണന കൊടുക്കാം. മേമുണ്ട സ്കൂളിലെ കുളം അക്വാറ്റിക് സെന്ററായി ഉയർത്തുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. വാർത്തകൾ വിശദമായി. വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ 9, 10, 11 വാർഡുകളിലെ നിർമ്മാണ പ്രവൃത്തികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന ജില്ലാ കളക്ടറുടെ വാക്കാലുള്ള നിർദ്ദേശം പുനഃപരിശോധിക്കണമെന്നും ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്നും CPIM വിലങ്ങാട് ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം കലക്ടറേറ്റിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് ദുരന്ത മേഖലയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇത് സംബന്ധിച്ച ഉത്തരവൊന്നും പുറപ്പെടുവിച്ചിട്ടില്ലെങ്കിലും വാണിമേൽ പഞ്ചായത്ത് ഉൾപ്പെടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഉരുൾപൊട്ടൽ ദുരന്ത സാധ്യതയില്ലാത്ത ഈ മേഖലയിലെ 3 വാർഡുകളിലെ എല്ലാ പ്രദേശങ്ങളിലും വീട് നിർമ്മാണം ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും പെർമിറ്റ് അനുവദിക്കുന്നതിനും മറ്റ് വികസന പ്രവർത്തനങ്ങൾക്കും ഈ നിർദ്ദേശം തടസ്സമാകരുത്. ഇക്കാര്യത്തിൽ ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ പഞ്ചായത്തും ജില്ലാ ഭരണകൂടവും തയ്യാറാകണമെന്ന് CPIM വിലങ്ങാട് ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. കൊടി ഉയർന്നു. കടത്തനാട്ടംഗത്തിന്റെ വിളംബര സന്ദേശത്തിന്റെ ഭാഗമായി അംഗക്കൊടിയേറ്റം ULCCS ചെയർമാൻ പാലേരി രമേശൻ ഉദ്ഘാടനം ചെയ്തു. മെയ് 3 മുതൽ 11 വരെ ചോമ്പാൽ മിനി സ്റ്റേഡിയത്തിലാണ് കടത്തനാട്ടനംഗം. ബ്ലോക്ക് പഞ്ചായത്ത്, സാംസ്കാരിക വകുപ്പ്, ഫോക്ലോർ അക്കാദമി, ചോമ്പാൽ മഹാത്മാ വായനശാല എന്നിവയുടെ സഹകരണത്തോടെയാണ് നടത്തുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KP ഗിരിജ അധ്യക്ഷത വഹിച്ചു. ഫെസ്റ്റിവൽ ഡയറക്ടർ PV ലവ്ലിൻ, PP നിഷ, KM സത്യൻ, V മധുസൂദനൻ, ആയിഷ ഉമ്മർ, VK സന്തോഷ്, ഒഞ്ചിയം പ്രഭാകരൻ, നിജിൽ ലാൽ, പ്രദീപ് ചോമ്പാല, കവിത അനിൽകുമാർ, K മധുസൂദനൻ, P ബാബുരാജ്, MP ബാബു, AT ശ്രീധരൻ, KA സുരേന്ദ്രൻ, വളപ്പിൽ കരുണൻ ഗുരുക്കൾ, KP ഗോവിന്ദൻ എന്നിവർ സംസാരിച്ചു. കല്ലാച്ചിയിൽ MDMAയുമായി യുവാക്കൾ പിടിയിൽ. വിഷ്ണുമംഗലം കിഴക്കേ പറമ്പത്ത് KP റഹീസ്, കല്ലാച്ചിയിലെ ടാക്സി ജീപ്പ് ഡ്രൈവർ വിഷ്ണുമംഗലം ചെമ്പോട്ടുമ്മൽ K മുഹമ്മദ് സയ്യിദ് എന്നിവരാണ് പിടിയിലായത്. മുഹമ്മദ് സയ്യിദിൽ നിന്ന് 0.11 ഗ്രാം MDMA കണ്ടെത്തി. ലഹരി കടത്താൻ ഉപയോഗിച്ച KL 18 AC 8424 നമ്പർ സ്കൂട്ടർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തെരുവംപറമ്പ് ഗവൺമെന്റ് കോളേജ് റോഡിൽ നിന്നാണ് റഹീസ് പിടിയിലായത്. ഇയാളിൽ നിന്ന് 0.05 ഗ്രാം MDMA പോലീസ് പിടികൂടി. നാദാപുരം പോലീസും DYSP AP ചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സ്ക്വാഡും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ നീന്തൽക്കുളം കുറ്റ്യാടി മണ്ഡലത്തിലെ എല്ലാ കുട്ടികൾക്കും പ്രയോജനപ്പെടുത്താവുന്ന രീതിയിൽ അക്വാറ്റിക് സെന്ററായി ഉയർത്തുമെന്ന് ടൂറിസം പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് പ്രഖ്യാപിച്ചു. മേമുണ്ട സ്കൂളിൽ 3 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച UP വിഭാഗം കെട്ടിടോദ്ഘാടന വേദിയിലാണ് മന്ത്രി ഈ പ്രഖ്യാപനം നടത്തിയത്. ഏത് പ്രായക്കാർക്കും ചെയ്യാവുന്ന വ്യായാമമാണ് നീന്തൽ. വിദേശ രാജ്യങ്ങളിൽ വലിയ പ്രാധാന്യമാണ് വിദ്യാഭ്യാസത്തിൽ നീന്തലിനുള്ളത്. പ്രത്യേകിച്ചും വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ. അതിനാൽ കുറ്റ്യാടി മണ്ഡലത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും നീന്തൽ പഠിക്കാൻ കഴിയുന്ന രീതിയിൽ അക്വാറ്റിക് സെന്ററായി മേമുണ്ട സ്കൂൾ നീന്തൽക്കുളത്തെ ടൂറിസം വകുപ്പ് കുറ്റ്യാടി MLAയുടെ നേതൃത്വത്തിൽ മാറ്റിയെടുക്കുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചു. KP കുഞ്ഞമ്മദ് കുട്ടി MLA അധ്യക്ഷത വഹിച്ചു. എല്ലാവരും മികവിലേക്ക് റീഡ് ആർട്ട് എന്ന മേമുണ്ട സ്കൂൾ വ്യത്യസ്തമാർന്ന പദ്ധതിയുടെ പ്രഖ്യാപനവും മന്ത്രി നടത്തി. കെട്ടിടം നിർമ്മിച്ച ULCCSന് ഉപഹാര സമർപ്പണം മന്ത്രി നടത്തി. ചടങ്ങിൽ മേമുണ്ട സ്കൂളിന്റെ കുടിവെള്ള പദ്ധതിക്കായി ബാങ്ക് ഓഫ് ബറോഡ നൽകുന്ന 3 ലക്ഷം രൂപയുടെ ചെക്ക് ഡെപ്യൂട്ടി റീജിയണൽ മാനേജർ B സുരേഷ് ബാബുവും വടകര ബ്രാഞ്ച് മാനേജർ ഐശ്വര്യയും ചേർന്ന് സ്കൂൾ അധികൃതർക്ക് കൈമാറി. സ്കൂൾ പ്രിൻസിപ്പൽ ബീന റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രതിഭകളായ വിദ്യാർത്ഥികൾക്ക് സമ്മാനദാനവും നടത്തി. തോടന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PM ലീന, വില്യാപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് KK ബിജുള, വാർഡ് മെമ്പർ KK സിമി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P സുബീഷ്, പഞ്ചായത്ത് അംഗം NB പ്രകാശൻ, തോടന്നൂർ AEO M വിനോദ്, PTA പ്രസിഡന്റ് ഡോക്ടർ MB തോമസ്, ഹെഡ്മാസ്റ്റർ PK ജിതേഷ്, VM സുരേന്ദ്രൻ, R ബലറാം,
പി പ്രഭാകരൻ, EK നാരായണൻ, TP ഗോപാലൻ, വിനോദ് ചെറിയത്ത്, പാപ്പശന്മാർ, മച്ചിൽ മജീദ്, PP മുരളി, T മോഹൻദാസ്, TP രജുലാൽ എന്നിവർ ആശംസകൾ നേർന്നു. മാനേജർ A നാരായണൻ സ്വാഗതവും N നിതിൻ നന്ദിയും പറഞ്ഞു. വൈകുന്നേരം പ്രതിഭാ സംഗമം പ്രശസ്ത നടൻ സന്തോഷ് കീഴാറ്റൂർ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ പൂർണ്ണമായി. ട്രൂവിഷന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും വിഷു ആശംസകൾ.